ഭൗതികവാദികൾക്ക് അവർക്ക് ആ പ്രശ്നമല്ലേ അതിനെപ്പറ്റി ചിന്തിക്കാൻ. പക്ഷേ ഇത്തരമൊന്ന് കാണുമ്പോൾ ആർത്തിരമ്പി എന്ന് വാവളക്കാനല്ലാതെ ധിക്കാരികൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വിനീതരാവുക, ദൈവത്തിന്റെ വിനീത ദാസന്മാരാകുക. ഇതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, കടലുകൾ പൊട്ടിയൊഴുക്കപ്പെടും, ഖബറിന്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ലാവകൾ, അതിശക്തമായ അഗ്നിപർവ്വതങ്ങൾ. അത് ഭൂമിക്കുള്ളിലേക്ക് ഖുർആനിന്റെ ഒരു പ്രയോഗം കണ്ടോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. സിൽസില എന്ന് പറയുമ്പോൾ തന്നെ ചങ്ങല കുലുങ്ങിപ്പോയി. ഖുർആനിന്റെ പ്രത്യേകത അതാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഖുർആനിലെ 99-ാം അധ്യായം, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം. വഖാലൽ ഇൻസാനു മാലഹാ. അന്ന് മനുഷ്യർ ചോദിക്കും, അടുത്ത 10 മിനിറ്റ് വരെ എന്ത് ശാന്തമായിരുന്നത് പറഞ്ഞില്ലേ? പത്രങ്ങൾ മുഴുവൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ 10 മിനിറ്റ് മുമ്പ് വരെ കാർമേഘമുണ്ടായിരുന്നുവോ? അടയാളങ്ങൾ ഉണ്ടായിരുന്നുവോ? തിരമാലകളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നുവോ? ഒന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് എന്ന നിലക്ക് അതെങ്ങനെയാ പിടികൂടിയത്? അത് നിങ്ങൾ കണ്ടേ? ഇന്നത്തെ പത്രത്തിലെ ഒരു ഭാഗം ഇതാണ്. എന്താ, ചില മുക്കുവന്മാർക്ക് അതിന്റെ ചില അടയാളങ്ങൾ, കാരണം വർഷങ്ങളായ അതിന്റെ പരിചയങ്ങളുണ്ട്, ചില അടയാളങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ഒരുക്കാൻ. അപ്പോ പ്രവാചകൻ പറഞ്ഞൊരു വാചകാണ് എനിക്ക് ഓർമ്മ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ, മുക്കുവനായ ഒരു മനുഷ്യൻ അവന്റെ വലക്കണ്ണി അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവനെയും കൊണ്ട് കടന്നു പോകാം. ഹദീസിലെ വാചകമാണ്. ഇസ്ലാമിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് മാനവതക്ക് തിരിച്ചു വരാൻ. നാളെയുടെ സൂര്യോദയം ഇസ്ലാമിന്റെ സൂര്യോദയമായി മാറാൻ. കാരണം ഇത് ദൈവീക മതമാണ്, പ്രവാചകന്റെ വാക്കാണ്. ഒരു മുക്കുവൻ അവന്റെ വലക്കണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കവേ അവനെ അത് പിടികൂടിയില്ലേ? വായിലേക്ക് അവന്റെ ഭാര്യ കൊടുത്ത ഭക്ഷണത്തിന്റെ ഒരു ഉരുള അവന്റെ വായിലേക്ക് ചെന്ന് ചേരുന്നതിന് മുമ്പ് അവനെ അത് പിടികൂടും. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഫുട്പാത്തിലെ കച്ചവടക്കാർ, പ്രവാചകന്റെ വാക്ക്, ഫുട്പാത്തിലെ കച്ചവടക്കാർ ചീപ്പ് റേറ്റിൽ ഷർട്ട് വിറ്റുകൊണ്ടിരിക്കുമ്പോ ആ ഷർട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് അതിന്റെ വില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതവനെ പിടികൂടും. ഈ റസൂലുള്ള ദൈവത്തിൽ നിന്ന് വഹിയുള്ള അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാത്ത പ്രവാചക പ്രഭു. ഈ പ്രവാചകനിലേക്ക് ലോകം മടങ്ങി വരട്ടെ. മഹാമതിരിക്കാതെ ശിഷ്യശാഖ സബുദിതം. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ആചാര്യൻ വരും, അവൻ മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടുമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ കിഡദ്വൈബായന വേദവ്യാസൻ പറഞ്ഞ ആ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു, മനുഷ്യരെ, ഒരു വലക്കണ്ണി അഴിക്കുന്നതിന് മുമ്പ് ആ ശിക്ഷാ നടപടികൾ ദൈവം നടപ്പാക്കിയില്ലേ? നടപ്പാക്കിയ പ്രദേശങ്ങളിൽ 2 നിലക്ക് ഖുർആൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, നല്ല മനുഷ്യന്മാരില്ലേ? ഉണ്ട്. ഖുർആൻ അതാ പറഞ്ഞത്, നല്ലവരെയും ചീത്തവരെയും നോക്കി വേർതിരിക്കുക. ഇവിടെ അങ്ങനെ വേർതിരിക്കൂല. അതുകൊണ്ട് ഖുർആൻ മനുഷ്യരോട് ഒന്നരംഗം പറഞ്ഞൊരു കാര്യം പറയട്ടെ ഞാൻ. ഖുർആനിലെ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 25-ാമത്തെ സൂക്തമാണ്. എന്താ അറിയോ? നിങ്ങൾ കുഴപ്പങ്ങളെ സൂക്ഷിക്കണം. മനുഷ്യർ തിന്മ ചെയ്യുന്നത് വർദ്ധിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ അവർ ഫിത്ന ചെയ്യുമ്പോ നിങ്ങളത് തടുക്കാതിരുന്നാൽ, നിങ്ങളത് തടയാതിരുന്നാൽ, ദൈവത്തിന്റെ ശിക്ഷ വരുമ്പോ നല്ലോരും ചീത്തോലും ഒക്കെ ഉണ്ടാവും. അതിന് ഉറപ്പാണ്. നിങ്ങൾ കണ്ടില്ലേ കുട്ടികളെ കണ്ടത്? എത്ര പിഞ്ചു പൈതങ്ങളാ, നിഷ്കളങ്കരായ. മനുഷ്യന് ചിന്തിക്കാൻ ഒരു മാർഗം. പക്ഷെ ആ കുട്ടികളൊക്കെ സ്വർഗത്തില് ദൈവത്തിന്റെ ഇഷ്ട സന്നിധിയില്. ആ കുട്ടികളെ ഓർത്ത് ബേജാറാണ്ട. രാമന്റെ മോളായാലും ബാലന്റെ മോനായാലും ബേജാറാണ്ട. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇതാണ് ഇസ്ലാം. ബാലന്റെ മോനായി മരിച്ചോ സ്വർഗത്ത് പോലല്ല, സമാധാനിച്ചോ. ആ കുട്ടിയെ കയ്യെ പിടിച്ചോ, സമാധാനിച്ചോ. ആ കുട്ടി സ്വർഗത്തിലാണ്, അല്ലാതെ പാപിയാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആ കുട്ടി ശുദ്ധനാണ്. ആ മനുഷ്യ കുഞ്ഞ് ശുദ്ധനാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല. കാരണം ഒന്നും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല ആളുകൾ. അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത സ്ഥലങ്ങൾ ഇന്നുമുണ്ട്. വരുന്ന 3 ദിവസങ്ങളിൽ അതുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കും മതവിശ്വാസികൾ. എന്ത്? കടലമ്മയെ രക്ഷിക്കണമെന്ന അല്ല, പിന്നെയോ ആ 7 സമുദ്രങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിനാഥനെ,
കല്ലും മുള്ളും മുരടും സൃഷ്ടിച്ച സൃഷ്ടിനാഥനെ, ആ കണ്ടിരിക്കുന്ന നിലാവലകൾ നൽകുന്ന ചന്ദ്രനെ ആകാശത്തിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയവനെ, ആ ആകാശത്തിന്റെ മേൽക്കൂരയിൽ താങ്ങി നിർത്തിയവനെ, അതെ, കോടിക്കണക്കായ നക്ഷത്രങ്ങളെ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ അരിമണികൾ വിതറിയ പോലെ, വാരി വിതറിയ പോലെ സംവിധാനിച്ച നെട്ടച്ചു പോകാതെ വക്കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ നീന്തി തുടിക്കുന്ന മണ്ഡലങ്ങളെ സൃഷ്ടിച്ച ആ പ്രപഞ്ചനാഥനെ, അതെ, ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൃഷ്ടിച്ച സൃഷ്ടിനാഥനെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ലോകത്തെ 633 കോടി ജനങ്ങളെയും സചേതനങ്ങളും അചേതനങ്ങളുമായ സകല വസ്തുക്കളെയും ആകാശത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആയുടെ അഗാധതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും അതിശക്തമായ തിരമാലകളെയും എല്ലാം സംവിധാനിച്ച, കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെയും ആ ഗർജനം കേട്ട് ഭയപ്പെടുന്ന മാനിനെയും സൃഷ്ടിച്ച മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ, ദീദീവികന പ്രപഞ്ചത്തിന്റെ നാഥനെ, ആ ഈശ്വരനെ, അവനെ ആരാധിക്കാൻ മനുഷ്യരെന്ന് തയ്യാറാകുന്നുവോ ആ പ്രദേശങ്ങളൊക്കെ ഏറെക്കുറെ സുരക്ഷിതമാണ്. ഞാനൊരു പക്ഷപാതിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇന്ന് എന്റെ പ്രസംഗം കേട്ട് സ്വകാര്യമായി നിങ്ങൾ ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. ഏകദൈവത്തെ ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരാം. നേരെ മറിച്ച് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ദൈവത്തെ മറന്ന് ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ച പ്രദേശങ്ങളിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല, ഒരു ഭാഗത്ത് പലതും ഇവിടെ മൂടിവെക്കപ്പെട്ടു. ലത്തൂറിൽ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിന്റെ അനന്തരഫലമായി ചില മനുഷ്യരനുഭവിച്ചത് കാഴ്ച നഷ്ടപ്പെടലായിരുന്നു. പരിശോധിക്കണം. മൂടിവെക്കപ്പെട്ട പലതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ട് ദൈവിക ശിക്ഷ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് എയ്ഡ്സ് എന്ന മാരകരോഗമുണ്ടായി? പ്രവാചകനത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. പൂർവ്വകാലങ്ങൾക്കോ നിങ്ങൾക്കോ ഇല്ലാത്ത രോഗങ്ങളെ കൊണ്ട് ആധുനിക മനുഷ്യരെ പടച്ചോൻ പരിശോധിക്കും. അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പോലും അവർക്ക് സാധ്യമാകാത്ത വിധത്തിൽ. എന്തുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഇരുകാലി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അസാൻമാർഗികമായ മാർഗങ്ങളെ അവൻ അവലംബിച്ചു. കുരങ്ങിന് എയ്ഡ്സ് ഉണ്ടോ? പശുവിന് എയ്ഡ്സ് ഉണ്ടോ? ജന്തുലോകങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടോ? മനുഷ്യന് മാത്രം എന്തുകൊണ്ട്? ഒന്നുകൂടെ ഞാൻ ക്ലിയറായി പറയാം. സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട വിധത്തിൽ 4 കല്യാണം കഴിച്ച ഒരു പുരുഷനും, അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഓനുമില്ല എയ്ഡ്സ്. എന്തുകൊണ്ട്? ഒന്നിലധികം സ്ത്രീകൾ ബന്ധപ്പെട്ടാ കിട്ടണല്ലേ എയ്ഡ്സ്. തന്റേതല്ലാത്ത പെണ്ണുമായി ബന്ധപ്പെട്ടാ കിട്ടണ എയ്ഡ്സ്. ഞാൻ ഈ വാചകം ഒന്നുകൂടെ ആവർത്തിക്കും. ഞാനിപ്പോ 4 കല്യാണം കഴിച്ചു, നിങ്ങൾ കൂട്ടിക്കൂടെ? അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിക നിയമമനുസരിച്ച് ആ 4 സ്ത്രീകളുമായി എനിക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം. അക്കാരണം കൊണ്ട് എനിക്ക് എയ്ഡ്സ് ഉണ്ടാവില്ല. എന്റെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയെ, അവൾ വേശ്യയായിരിക്കുമല്ലോ, അവളെ ഞാൻ ബന്ധപ്പെട്ടാൽ എനിക്ക് എയ്ഡ്സിനുള്ള സാധ്യത 80% ഉണ്ട്. വ്യത്യാസം ഉണ്ട്. അല്ലാതെ ഒന്നിലധികം സ്ത്രീകളെ ബന്ധപ്പെട്ടാൽ കിട്ടുന്ന രോഗമല്ലത്. അത് ബന്ധപ്പെടാൻ ദൈവം അനുവദിച്ചതാണെങ്കിൽ അവിടെ, അല്ലെങ്കിലോ അനുവദിക്കാത്തതാണെങ്കിൽ അതിന്റെ പുറത്തേക്ക് കടക്കും. ഇതൊക്കെ ഒരു വിവരക്കേടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു തന്നാൽ മതി.